കേരളത്തിൽ ലഹരി കേസുകളും ലഹരിക്ക് അടിമകളായ കുട്ടികൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളും കൂടുന്നു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇതോടെ മാഫിയ സംഘങ്ങൾക്ക് പൂട്ടിടാൻ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ലഹരി ഇടപാടുകൾക്ക് പക്ഷേ കുറവൊന്നുമില്ല. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. കൊച്ചി നഗരത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ലഹരി ഇടപാടുകൾ? ഏതൊക്കെ സമയങ്ങളിലാണ് ലഹരി മാഫിയകൾ കച്ചവടം നടത്തുന്നത്? ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. നൈറ്റ് ലൈഫും DJ പാർട്ടികളും ലഹരി മാഫിയയുമെല്ലാം അരങ്ങുവാഴുന്ന കൊച്ചി നഗരമാണിത്. രാത്രിയായാൽ അക്രമ സംഭവങ്ങളും പതിവ്. ഈ സമീപ ദിവസങ്ങളിൽ കുടുംബങ്ങളിലും സമൂഹത്തിലും ഭീതി പരത്തി ലഹരിക്കടിമകളായ കുട്ടികളും യുവാക്കളും അഴിഞ്ഞാടുന്നതോടെ പോലീസും എക്സൈസും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പലയിടങ്ങളിലും റെയ്ഡും പരിശോധനയും നടത്തുന്നുണ്ട്. എന്നിട്ട് കൊച്ചി നഗരത്തിലുൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലഹരി മാഫിയയെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അന്വേഷണം നടത്തുകയാണ് ന്യൂസ് 18. കൊച്ചി നഗരത്തിൽ രാത്രിയും പകലും സ്വസ്ഥമായി ഇരിക്കാനും വിനോദസഞ്ചാരത്തിനുമായി ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. മുൻപ് ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയും അക്രമ സംഭവങ്ങൾ ഇവിടെ പതിവായിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. രാത്രി 12 മണിക്ക് ശേഷം പൂർണ്ണമായ നിയന്ത്രണവും ഏർപ്പെടുത്തി. അതോടെ മറൈൻ ഡ്രൈവിൽ ഈ 10 മണി സമയത്തും ഇവിടുത്തെ അവസ്ഥയാണിത്. പൂർണ്ണമായും ഒരു പരിധിവരെയും ജനങ്ങൾ ഒഴിഞ്ഞ അവസ്ഥ. പോലീസിന്റെയും GCD ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി ഗാർഡിന്റെയും നിരീക്ഷണം ശക്തമായതോടെ ലഹരി സംഘങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ താവളം മാറ്റിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതോടെ 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ക്യൂൻസ് വാക്ക്വേയിലേക്കാണ് ലഹരി സംഘങ്ങൾ ചുവടുമാറ്റിയത്. രാത്രിയും പകലും മാത്രമല്ല, പുലർച്ചെ വരെയും ഇടപാടുകൾ സജീവം. പെൺകുട്ടികൾ ഉൾപ്പെടുന്ന വലിയ സംഘങ്ങൾ പലയിടങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 2 ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതും ഇവിടെ വെച്ചാണ്. കൊച്ചി നഗരഹൃദയത്തോട് ചേർന്ന് ഹൈക്കോടതിയുടെ തൊട്ട് പിൻവശത്ത് മംഗളവനവും ഓൾഡ് റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. പെൺകുട്ടികളുമായി യുവാക്കൾ പലയിടങ്ങളിലും പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു. ചിലർ ലഹരി ഉപയോഗിക്കുന്ന കാഴ്ചകളും കണ്ടു. കൊച്ചിയിൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കലൂർ സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളും. നിരവധി മാഫിയ സംഘങ്ങൾ ഇവിടെ താവളമടിക്കുന്നുണ്ട്. പരസ്യമായും രഹസ്യമായും ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് പോലീസിന്റെ പരിശോധന. കണ്ണിൽ പൊടിയിടാനുള്ള റെയ്ഡും പരിശോധനയുമല്ല വേണ്ടത്. ലഹരി മാഫിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള
നടപടിയാണ് അനിവാര്യം. ശ്യാംലാലിനൊപ്പം കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ്, ന്യൂസ് 18. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നമുക്കൊപ്പം നവമി, കൊച്ചി തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം കൊച്ചി തന്നെയാണ്. അത് ഒരുപക്ഷെ പോലീസ് കൂടുതൽ വിജിലന്റ് ആയതുകൊണ്ടാണ് എന്നുള്ളൊരു അവകാശവാദം ഒരു വശത്ത് വരുന്നുണ്ടെങ്കിൽ പോലും കൊച്ചിയുടെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെയുള്ള ആ ലഹരി റാക്കറ്റുകളുടെ എണ്ണമൊക്കെ നേരത്തെ തന്നെ കൊച്ചി ബ്യൂറോ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. എത്രത്തോളം ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കേസുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു? അപർണ, ഇന്നലെ കൊച്ചി DCP അശ്വതി ജിജി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിലവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് കൊച്ചി നഗരത്തിൽ ഈ വർഷം ഇതുവരെ 482 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു, 549 പേരെ അറസ്റ്റ് ചെയ്തു. ഒപ്പം കഴിഞ്ഞ വർഷം 2475 കേസുകൾ ആണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2795 പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അതായത് നമ്മുടെ ഓരോ വർഷവും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ ലഹരിയുടെ പേരിൽ പിടികൂടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഓരോ വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഇതിലെല്ലാം പ്രതികളാകുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ളവരാണ്. അതിക്രമങ്ങളിൽ പങ്കാളികളാകുന്നത് കുട്ടികളാണ്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് ഈ ലഹരിയുടെ സ്വാധീനം വലിയ രീതിയിൽ ഉണ്ടെന്ന് തെളിയുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണം ഇത് തെളിയുകയും ചെയ്തു. ഇവരുടെ നടക്കുന്ന പരിശോധനകളിലെല്ലാം ഇവർ ലഹരി സംഘങ്ങളുടെ അംഗങ്ങളാണെന്നും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി കൈമാറ്റം ചെയ്യുന്നവരാണെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, രാത്രി കാലങ്ങളിലൊക്കെ ചെറുപ്പക്കാർ പുറത്തിറങ്ങി അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന ഒരു നഗരമാണ് കൊച്ചി. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. നമുക്കറിയാം, ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് ഈ മറൈൻ ഡ്രൈവ് രാത്രികാല സഞ്ചാരം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കോർപ്പറേഷനും പറയുന്നത് രാത്രികാലങ്ങളിൽ ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ വരികയും ഒഴിഞ്ഞ പ്രദേശങ്ങളിലിരുന്ന് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അസാധാരണ സാഹചര്യത്തിൽ ഇവരെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും നാട്ടുകാർക്കും ഇവിടെ കുടുംബമായി വരുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ കച്ചവടം നടത്തുന്നവർക്കുമൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി തുടങ്ങി. അതുകൊണ്ടാണ് അവർ ഇവിടെ രാത്രികാല സഞ്ചാരം ഒഴിവാക്കാനായി തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കുറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വീണ്ടും രാത്രികാലത്തിൽ മറൈൻ ഡ്രൈവ് തുറന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ആളുകൾക്ക് വരാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കുന്നത്. പക്ഷെ അപ്പോഴും പോലീസിൻ്റെതായിട്ടുള്ള വലിയ ഒരു പരിശോധന അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വരുന്നവർക്ക് നൽകുന്നുണ്ട്. ഈ അസാധാരണ സാഹചര്യത്തിൽ കുട്ടികൾ നിൽക്കുമ്പോൾ തന്നെ അവരോട് ചോദിക്കുക, ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യമൊക്കെ പോലീസ് മാറുന്നു. അങ്ങനെ കൃത്യമായ ഒരു പരിശോധനയോടുകൂടി മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അത് ഒരു സ്ഥലത്ത് മാത്രമാണ്. ഈ മറ്റിടങ്ങളിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയിക്കോട്ടെ, ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഇടമാണ്. ഇവിടെയൊക്കെ എത്രമാത്രം പോലീസിന് അവരുടെ പരിശോധനകൾ കർശനമാക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരുടെ എണ്ണത്തിലെ കുറവാണ് പ്രധാനമായും പറയുന്നത്. കൃത്യമായിട്ട് പെട്രോളിങ്ങിന് പോകാൻ വേണ്ടി കഴിയുന്നില്ല, അല്ലെങ്കിൽ പോലീസുകാരുടെ എണ്ണത്തിലെ കുറവ്, പരിശോധനകൾ നടത്താൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത്? പലപ്പോഴും അപർണ, നമുക്കറിയാം, ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പിടികൂടുന്നത് ആ ലഹരി ഉപയോഗിച്ച കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആ ലഹരി വിൽപ്പനക്കാരനെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവർ എവിടെ നിന്നാണ് ലഹരി മേടിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഈ ലഹരി കൊച്ചിയിൽ എത്തിച്ചത്, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരാളെ പിടിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 2 ദിവസം ജാമ്യത്തിൽ കിടന്ന് പുറത്തിറങ്ങുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സ്രോതസ് കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഉറവിടം കണ്ടെത്താൻ പലപ്പോഴും പോലീസുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിനോ കഴിയുന്നില്ല. അത് വലിയൊരു പോരായ്മയായി തന്നെയാണ് ഇപ്പോഴും എടുത്തു പറയേണ്ടത്. ആ പോരായ്മ പരിഹരിക്കാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളിൽ ലഹരി സുലഭമായി കിട്ടും. ഈ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരികൾ എത്തിക്കുന്ന വലിയൊരു സംഘം തന്നെ നമുക്ക് ചുറ്റുമുണ്ടെന്ന്
നിസ്സംശയം പറയാൻ കഴിയും. പ്രതിപക്ഷ നേതാവടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷമടക്കം ഭരണപക്ഷമടക്കം സഭയിലൊക്കെ ആവർത്തിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികളിലേക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എത്തിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കുട്ടികളിൽ ഈ ഒരു ലഹരി വർദ്ധിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിൽ നിന്നൊരു ജാഗ്രത പുലർത്തണം. ഈ ഒരു ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഉന്മൂലനം ചെയ്യാൻ നമ്മുടെ ഭരണകൂടം ശ്രമിക്കാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന്, അവരുടെ മാതാപിതാക്കൾക്ക് എത്രമാത്രം ഇത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർക്കൊരു ബോധവൽക്കരണം നടത്തുക എന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും എത്ര തെറ്റ് ചെയ്തു വന്നാലും നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. അത് വീണ്ടും അവർക്ക് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ ആക്രമണം നടത്താനും ഒക്കെ ഒരു പ്രചോദനമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇന്നലെ DCP പറഞ്ഞത് പ്രകാരം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഈ പരിശോധനകൾ. ഇന്നലെ ഈ കമ്മട്ടിപ്പാടം ഭാഗത്തൊക്കെ പോലീസും റെയിൽവേ പോലീസും ഒപ്പം ജനമൈത്രി പോലീസും അവിടെയുള്ള നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ റെയിൽവേ ട്രാക്ക് പരിസരത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിൽ അസാധാരണ സാഹചര്യത്തിൽ കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ